സോണി ചെറുവത്തൂർ കേരള മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സോണി ചെറുവത്തൂർ, സഞ്ജു ടീമിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം എത്രമേൽ വലിയ വെല്ലുവിളിയാണ് ഈ ഏഷ്യ കപ്പ് എന്നതൊരു കാര്യം. മൊത്തത്തിൽ ഈ ടീം പിക്കിംഗ്, ഈ ടീം സന്തുലിതമായ ഒരു ടീമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ടീമിന്റെ മൊത്തത്തിലുള്ള പ്രതികരണം കൂടി. സത്യത്തിൽ സഞ്ജു സാംസനെ പോലുള്ള താരം ടീമിലേക്ക് ഇടം പിടിക്കുന്നു പറയുന്നത് അത്ഭുതത്തോട് കാണേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഗൗതം ഗംഭീർ എന്ന പരിശീലകന് കൃത്യമായി തന്റെ ടീമിനെ, തന്റെ പ്രകടനം നോക്കാതെ ടീമിന്റെ വിജയത്തിന് വേണ്ടി പൊരുതുന്ന താരങ്ങളെ കണ്ടെത്തുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക സ്കില്ലുണ്ട്. കാരണം അദ്ദേഹം അത് കൃത്യമായി തന്റെ താരങ്ങളോട് അത് വെളിവാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ തന്റെ ടീമിനെ തനിക്ക് മുകളിൽ, തന്റെ പ്രകടനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന സഞ്ജു സാംസൺ സ്വാഭാവികമായും ആ ടീമിൽ ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും ഏഷ്യ കപ്പ്, പിന്നീട് വരുന്ന ലോകകപ്പിലും ഒക്കെ തന്നെ സഞ്ജു സാംസന്റെ പേര് സജീവമായിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സീസണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പ്രകടനങ്ങളും അതിന് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും സന്തുലിതമായ ഒരു ടീമിനെ തന്നെ ഒരുക്കിയെടുത്തിരിക്കും. ഒരു എക്സ്ട്രാ ബാറ്ററായിട്ട് റിങ്കു സിംഗിന് അവസരം നൽകുന്നു. അതിനോടൊപ്പം ജസ്പ്രീത് ബുംറ കളിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ നമ്മള് ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒഴിവാക്കിയ പ്രമുഖർ, താങ്കൾ പ്രതീക്ഷിച്ചിരുന്ന ചില പേരുകൾ അതിൽ വരാത്തതിലുള്ള ടെൻഷൻസ് ഉണ്ടാവും? അല്ല, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രതിഭകളുടെ, അല്ലെങ്കിൽ ആ പ്രതിഭകളുടെ ഒരു ഡെപ്തിനെ ഈ ടീം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അതിൽ ഒഴിവാക്കപ്പെട്ട താരങ്ങളുടെ പേരുകൾ നമ്മൾ യശസ്വി ജയ്സ്വാളിനെ പോലെ, IPL മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രസിദ്ധ് കൃഷ്ണനെ പോലെ, വാഷിംഗ്ടൺ സുന്ദറിനെ പോലെ, റിയാൻ പരാഗിനെ പോലുള്ള താരങ്ങളെ നമ്മൾ, അവരൊക്കെ സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ പ്രകടനങ്ങളും ഈ കഴിഞ്ഞ സീസണിൽ IPL-ലും ഒക്കെ അവരുടെ പ്രകടനങ്ങൾ നോക്കുന്ന സമയത്ത് അവരെങ്ങനെ മിസ്സായി പോയി അല്ലെങ്കിൽ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും അതിശയോക്തിയാവില്ല. പക്ഷെ അതാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ കാലഘട്ടത്തിലുള്ള അവരുടെ ശക്തി. ശരി, നന്ദി ശ്രീ സോണി ചെറുവത്തൂർ പ്രതികരിച്ചതിന്.